കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും ആശാ വർക്കർമാരെയും അശ്ലീല പരാമർശത്തിലൂടെ അവഹേളിച്ച് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് സുരേഷ് ഗോപി കുട കൊടുത്തു. കുട മാത്രമാണോ, ഇനി ഉമ്മ കൂടി കൊടുത്തോ എന്ന് അറിയില്ലെന്നായിരുന്നു പരാമർശം. കൊച്ചിയിൽ CITU സംഘടിപ്പിച്ച ആശാ വർക്കർമാരുടെ BSNL ഓഫീസ് മാർച്ചിലായിരുന്നു പരാമർശം. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ. എല്ലാവർക്കും കുട കൊടുക്കുന്നു. കുട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നു. ഇപ്പൊ കുട കൊടുക്കുക കേന്ദ്രമന്ത്രി. വിശദാംശങ്ങളുമായി അഖിൽ പാലോട്ട് മടം ചേരുന്നു. അഖിൽ, ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത തരം അശ്ലീല പരാമർശങ്ങൾ, വിവരങ്ങൾ എന്താണ്? വീണ, ഇന്നാണ് ആശാവർക്കർമാരുടെ സമരം 22 ദിവസം പിന്നിട്ടുകൊണ്ട് നിയമസഭയിലടക്കം വലിയ മാർച്ച് സംഘടിപ്പിച്ച സമരം ശക്തമാകുന്നതിനിടയിലാണ് ആ സമരത്തിനെ പ്രതിരോധിക്കുക എന്ന നിലത്തിൽ CPM തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്നത്. CPMന്റെ തൊഴിലാളി സംഘടനയായ CITUവിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ CITUവിന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ നടത്തിയ സമരങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് എറണാകുളത്ത് BSNL ഓഫീസിലേക്ക് CITU ആശാവർക്കർമാരുടെ സമരം ഉണ്ടാകുന്നത്. ആ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി AV ഗോപിനാഥൻ ഒരു പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ആ സമരം സന്ദർശിക്കുന്ന സമയത്ത് മഴ പെയ്യുകയും ആ മഴയത്ത് സമരം ചെയ്ത ആശാവർക്കർമാർക്ക് കുട കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ CITU രംഗത്ത് പ്രവേശനം നടത്തിയിരിക്കുന്നത്. വളരെ അധിക്ഷേപകരമായ അല്ലെങ്കിൽ അപവാദ പ്രചരണം നടത്തുന്ന തരത്തിലാണ് CITU നേതാവിന്റെ പ്രസംഗം ഉണ്ടാകുന്നത്. അതിൽ ആ പ്രസംഗത്തിൽ എടുത്തു തന്നെ പറയുന്നുണ്ട്, കേന്ദ്രമന്ത്രി വലിയ സമരനായകനായിട്ടാണ് ആശാവർക്കറുടെ സമരത്തിലേക്ക് പോകുന്നത്. ആ സമരനായകൻ എത്തുമ്പോൾ ആദ്യം കുടയാണ് കൊടുത്തത്, ഇനി കുട മാത്രമാണോ നൽകിയത് അതോ ഉമ്മ കൂടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള തരത്തിലൊരു പ്രസംഗമാണ്, ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് CITU നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിൽ പ്രധാനമായി നമ്മൾ കേരളത്തിൽ പല സ്ത്രീ സമരങ്ങളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇതിനു മുമ്പും നിരവധിയായ CPM നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങൾ നമ്മളുടെ കൺമുമ്പിലുണ്ട്. ഈ ഇടുക്കിയിലെ പെമ്പിള സമരത്തിലൊക്കെ തന്നെ MM മണി നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ നമ്മളുടെ മുമ്പിലുണ്ട്. ഈ ആശാവർക്കർമാരുടെ സമരത്തെ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള എളമരം കരീം നടത്തിയ പരാമർശമുണ്ട്. അങ്ങനെ ആശാ വർക്കർമാരുടെ സമരം കേരളത്തിൽ വലിയ രീതിയിൽ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അപവാദ പ്രചരണം അല്ലെങ്കിൽ ഒരു അശ്ലീല പരാമർശം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AV ഗോപിനാഥൻ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. വളരെ രീതിയിലുള്ള ഒരു വിമർശനാത്മകമായ രീതിയിൽ തന്നെ ഒരു പ്രസംഗം ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ തന്നെ ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സമരം ചെയ്യുന്നവരെ സഹായിക്കാൻ എത്തുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നെത്തുന്നവരെയൊക്കെ തന്നെ വിവിധ വിവാദങ്ങളിൽ ഒത്തുചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി CITUയുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ CPMന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകിയവരൊക്കെ തന്നെ പാട്ടകുലിക്ക് സമരത്തിന് നേതൃത്വം നൽകുവരെന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് CITUന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദ്യം പരാമർശം നടത്തുന്നു. അതിനുശേഷം CITUന്റെ സംസ്ഥാന സെക്രട്ടറി വിവിധ ജില്ലകളിൽ സംസ്ഥാന സെക്രട്ടറിമാർ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമാണ് കുട നൽകാനായിട്ട് മാത്രമാണോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത് അതോ കുടയ്ക്കൊപ്പം അവർക്ക് ഉമ്മ പോലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് വീണ.